ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ ജൂലൈ മാസം എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് 100% റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങളുടെ ജൂലൈ മാസം നിങ്ങൾക്ക് എന്തൊക്കെയാണ് വരാനായിട്ട് പോകുന്നത്. ചില സോഴ്സിന് എനർജി കിട്ടുന്നുണ്ട്. നിങ്ങൾക്കൊരു വ്യക്തത ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ജോബുമായൊക്കെ ബന്ധപ്പെട്ട സംശയങ്ങളായിരിക്കാം. അത് എന്തു തന്നെ ആയാലും ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു വ്യക്തത ലഭിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് ചില കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നു എന്നുള്ളൊരു മെസ്സേജ് ആണ് കിട്ടുന്നത്. ജൂലൈ മാസം നയൻ ഓഫ് വാൺസിന്റെ എനർജി കിട്ടുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് നാളുകളായി എന്തോ ഒരു കാര്യത്തിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ്. പക്ഷെ ആ ഒരു കാര്യം ഈ ഒരു മാസം നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന ഒരു എനർജിയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് ഒരുപാട് നിങ്ങൾ ത്യാഗം സഹിച്ച് ഒരു കാര്യത്തിനായിട്ട് പ്രതീക്ഷയോട് കൂടി നിന്നു. അപ്പോൾ അതിന് അനുകൂലമായിട്ടൊരു റിസൾട്ട് നിങ്ങളെ തേടി വരുന്നു എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് ലഭിക്കുന്നത്. ഹീറോ ഫ്രണ്ടിന്റെ എനർജി കിട്ടുന്നുണ്ട്. ചില വ്യക്തികളൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹത്തിന്റെ ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് ആയിരിക്കാം. അപ്പോൾ ഒരുപാട് നാളുകളായി നിങ്ങൾ വിവാഹത്തിനായിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്തോ ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ പേർക്കും ഇവിടെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനൊരു റിസൾട്ട് ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പുതിയ കാര്യങ്ങളിലോട്ട് നിങ്ങൾ കടക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. കൂടാതെ നിങ്ങൾക്ക് ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹങ്ങൾ ഈ ഒരു ജൂലൈ മാസം വളരെയധികം വർദ്ധിക്കുന്നതായിട്ടും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടെൻ ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഒരുപാട് നാളുകളായി നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിന്റെ ഒരു അവസാനം എത്തിയതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഈ ഒരു സമയത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരു വ്യക്തത ഇല്ലാതെ ഒരു സമാധാനം ഇല്ലാതെയൊക്കെ ജീവിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതിന്റെ ഒരു അവസാന ഘട്ടം, അതായത് ഒരു വേദനയിൽ നിന്നും നിങ്ങൾക്കൊരു മുക്തി ലഭിച്ച് നിങ്ങൾ പുതിയൊരു തുടക്കത്തിലോട്ട് പോകുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട്. ഈ ഒരു ജൂലൈ മാസം അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണിക്കുന്നത്. കൂടാതെ ആ ഒരു സമയം നിങ്ങൾക്ക് കുറച്ച് വേദനകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. എങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം അതിൽ നിന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് നിങ്ങൾ ഒരു പുതിയ പാഠം പഠിക്കുകയും അത് പഠിച്ച് നിങ്ങൾ പുറത്തോട്ട് വരുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തോട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരു തീരുമാനം എടുത്ത് പുറത്തോട്ട് വരുന്ന ഒരു എനർജിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം നിങ്ങളുടെ ജൂലൈ മാസം ക്യൂൺ ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. നിങ്ങൾ പല വ്യക്തികളെയും ചുറ്റുമുള്ള പല വ്യക്തികളെയും തിരിച്ചറിയുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് ആരാണ് നിങ്ങൾക്ക് നന്മ ചെയ്യുന്നത്, നിങ്ങൾക്ക് ആരാണ് ഒരു നെഗറ്റീവായിട്ട് നിൽക്കുന്നത്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തത ലഭിക്കുകയും നിങ്ങൾ ചില ആളുകളിൽ നിന്നൊക്കെ ഒരു അകലം വെക്കുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത്. അതായത് ബൗണ്ടറി വെക്കുന്ന എനർജി. ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ ഒരുപാട് പേർക്ക് നിങ്ങൾ ഒരു സ്വാതന്ത്ര്യം കൊടുത്ത ഒരു വ്യക്തിയാണ്. അതല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് അമിതമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾ ഇവിടെ മാറാൻ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കേണ്ട, ആരെ കൂടെ ചേർത്ത് നിർത്തണം എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഈ ഒരു ജൂലൈ മാസം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഫോർ ഓഫ് വാൺസ് ആണ് കിട്ടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആഘോഷം നടക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷം, ഒരു സമാധാനം, സന്തോഷം ഇതൊക്കെ ജീവിതത്തിലോട്ട് കടന്നു വരുന്ന എനർജി കാണിക്കുന്നുണ്ട്. കൂടാതെ ചില വ്യക്തികൾ, അതായത് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും മാറിപ്പോകുന്ന ഒരു എനർജി കൂടി കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പുതിയൊരു വീട്ടിലോട്ട് മാറുന്നതായിരിക്കാം, അതല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലത്തോട്ട് മാറുന്നതായിരിക്കാം. എന്തു തന്നെ ആയാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം, സമാധാനം,
ഒരു തൃപ്തി ഇതൊക്കെ ഈ ഒരു മാസം ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പലർക്കും പല ഒരു അവസ്ഥകളാണ് കാണിക്കുന്നത്. ചിലരെയൊക്കെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരുന്നു, ഒരു വ്യക്തത കിട്ടുന്നു. ചിലരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാത്തിരുന്നതിന് ഒരു ഫലം ലഭിക്കുന്ന എനർജി കാണിക്കുന്നുണ്ട്. കൂടാതെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ്, അതിനോടൊപ്പം പുതിയൊരു തുടക്കം കാണിക്കുന്നുണ്ട്. ചിലരുടെയൊക്കെ ഒരു വിവാഹത്തിന്റെ എനർജിയൊക്കെയാണ് കാണിക്കുന്നത്, വിവാഹം നടക്കുന്ന എനർജി. കൂടാതെ ക്യൂൺ ഓഫ് സോർട്സ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തികളെയൊക്കെ നിങ്ങൾ തിരിച്ചറിയുകയും അതുപോലെ തന്നെ അവരിൽ നിന്നൊക്കെ ഒരു ബൗണ്ടറി വെക്കുകയും ചെയ്യുന്ന എനർജി കിട്ടുന്നുണ്ട്. കൂടാതെ 4 ഓഫ് വാൻഡ്സ് കിട്ടുന്നുണ്ട്. ജീവിതത്തിൽ സന്തോഷം, സമാധാനം, സെലിബ്രേഷൻ, അതിനോടൊപ്പം തന്നെ പുതിയൊരു ഭാഗത്തോട്ട് നിങ്ങൾ പോകുന്ന ഒരു എനർജിയും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജൂലൈ മാസം നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.